വനിതാ സംവരണ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബില്ല് പാസാക്കാൻ എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കണമെന്ന് ആവർത്തിച്ചു. അതിനിടയിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വനിതാ സംവരണ ബില്ലല്ല, മണ്ഡല പുനർനിർണയമാണെന്ന വിമർശനവുമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി രംഗത്ത് വന്നു. ലോക്സഭയിലും നിയമസഭകളിലും സീറ്റ് വർദ്ധിപ്പിച്ച് 2029 മുതൽ 33% വനിതാ സംവരണം നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പോര് കടുക്കുകയാണ്. വ്യാഴാഴ്ച മുതൽ 3 ദിവസം ചേരുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ ഉദ്ദേശശുദ്ധിയിൽ പ്രതിപക്ഷത്തിന് സംശയമുണ്ട്. തീരുമാനം സാമൂഹിക നീതി ഉറപ്പാക്കുമെന്നും രാജ്യത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാകുമെന്നും നാരീശക്തി വന്ദൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രീയം മറന്ന് എല്ലാ പാർട്ടികളും ചരിത്രപരമായ ബില്ലിന് പിന്തുണ നൽകണമെന്നും മോദി. हमारे देश की संसद एक नया इतिहास रचने के करीब है. एक ऐसा नया इतिहास अतीत की संकल्पनाओं को साकार करेगा जो भविष्य के संकल्पों को पूरा करेगा. പാർലമെന്റ് സമ്മേളനത്തിന്റെ യാഥാർത്ഥ്യ ലക്ഷ്യം വനിതാ സംവരണ ബില്ലല്ല, മണ്ഡല പുനർനിർണയമാണെന്ന് ദ ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സോണിയാഗാന്ധി വിമർശിച്ചു. വനിതാ സംവരണ ബിൽ ഇതിനോടകം അംഗീകരിക്കപ്പെട്ടതാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കം അപകടകരവും ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റവുമാണ്. തമിഴ്നാട് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനായാണെന്നും സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മണ്ഡല പുനർനിർണയം കുടുംബാസൂത്രണം കാര്യക്ഷമമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന രീതിയിലാകരുതെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായ ഭേദഗതികളുമായി മുന്നോട്ടു പോകുന്നതിൽ വിയോജിപ്പ് പരസ്യമാക്കി CPIM രംഗത്തു വന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വരാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. പക്ഷേ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചില സഹപ്രവർത്തകരോട് അവർ പറഞ്ഞത് പ്രകാരം നമുക്ക് 50% ഒറ്റയടിക്ക് സീറ്റ് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് സംവരണം കൊടുത്താലും നിങ്ങളുടെ ഒന്നും സ്ഥാനമൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു കുറുക്കുവഴിയാണ് സർക്കാർ ഇതിനകത്ത് അവലംബിക്കുന്നത്. സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ തീരുമാനിക്കാൻ ബുധനാഴ്ച ഇന്ത്യ സഖ്യം യോഗം ചേരും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.